പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്ന ആ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് പൂർത്തീകരിക്കണമേ. കർത്താവ്, ദിവസങ്ങളിൽ അങ്ങയുടെ പ്രിയപ്പെട്ട മകളായ മേരി മാർഗ്രറ്റ് അൽക്കോക്കിലൂടെ ഞങ്ങൾക്ക് നൽകിയ തിരുഹൃദയത്തിന്റെ 12 വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ വേണ്ട തിരുഹൃദയ സ്നേഹവും ആഴമായ ഭക്തിയും അങ്ങയുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ആ സ്നേഹത്തിന്റെ ചൈതന്യം, തിരുഹൃദയത്തിന്റെ വലിയ ഭക്തി നിറയപ്പെടട്ടെ. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവേ, ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങയുടെ അഭിഷിക്തനായ ഞാൻ സഭയുടെ നാമത്തില് അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തില് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികളായ മക്കളെ സൗഖ്യപ്പെടുത്തണമേ. വേദനിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ. ഇവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ഇവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മക്കളുടെ പഠനം, ജോലി, ഭാവി ജീവിതത്തെ അനുഗ്രഹിക്കണമേ. തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. പൈശാചിക പിടിയിൽ നിന്ന് വിടുവിക്കണമേ. എല്ലാ കെട്ടുകളും ബന്ധങ്ങളും അഴിച്ചു മാറ്റണമേ. അങ്ങനെ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയില്, തിരുഹൃദയ സ്നേഹത്തില് എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ, തിരുഹൃദയ സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിരുഹൃദയനാഥൻ നമ്മെ അനുഗ്രഹിച്ച് നിൽക്കുന്ന വലിയ അനുഭവമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ തിരുഹൃദയ ഭക്തിയില്, തിരുഹൃദയനാഥനോട് ചേർന്ന് ആ ആശീർവാദ കരങ്ങളുടെ കീഴിൽ സ്നേഹത്തോടെ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിക്കുവാൻ നമുക്ക് എല്ലാവർക്കും, അതിലൂടെ നമ്മുടെ മക്കൾക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇന്ന് 3ാമത്തെ വാഗ്ദാനം ഈശോ നമുക്ക് നൽകുന്നത്, അവിടുത്തെ തിരുഹൃദയ ഭക്തിയില് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളിൽ അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും. ഈശോ തന്നെ പറയുകയാണ്, അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. എന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളില്, വേദനകളില്, ഒറ്റപ്പെടുത്തലുകളില്, തിരസ്കരിക്കപ്പെട്ട അവസ്ഥകളില്, വീണു പോകുന്ന സാഹചര്യങ്ങളില്, ഏകാന്തതയില് ഒരു ആശ്വാസം കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും ഓടി നടക്കാറുണ്ട്. ഈശോ പറയാണ്, ഞാൻ അവർക്ക് അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകും. ഈ തിരുഹൃദയത്തിന്റെ വലിയ വാഗ്ദാനം നമ്മുടെ മക്കളില് നിറയപ്പെടാൻ വേണ്ടി മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോ. കാരണം ജീവിതത്തില് സങ്കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വരും. പരീക്ഷ തോൽവി, അല്ലെങ്കിൽ പല പല തടസ്സങ്ങള്, ആരും മനസ്സിലാക്കുന്നില്ല, ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകള് പലതും വരും. സങ്കടത്തിന്റെ കാരണങ്ങൾ ഈ ശരീരത്തില്, ഈ ലോകത്തില്, ഈ സമൂഹത്തില്, ഈ ജോലിയില്, ഈ പഠനത്തില്, ഈ പൗരോഹിത്യത്തില്, ഈ കുടുംബത്തില് ഒത്തിരി ഏറെയുണ്ട്. ഈ സങ്കടങ്ങളില്, തിരുഹൃദയ ഭക്തിയില്, തിരുഹൃദയനാഥനുമായുള്ള ബന്ധത്തില് നമ്മൾ ജീവിക്കുമ്പോൾ ഈശോ പറയാം, ഞാൻ അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കള് ഈ സങ്കടങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും അവർ പലതിന് പിന്നാലെ പോണേ. ആശ്വാസം തേടി, സുഖം തേടി, ഒരു സമാധാനം കിട്ടാൻ വേണ്ടി, സന്തോഷം കിട്ടാൻ വേണ്ടി, ഈ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടി അവർ പലതിന്റെ പിന്നാലെ പോവാ. ചില സിനിമയ്ക്ക് പോണു, ചില കറങ്ങാൻ പോണു, ചില കൂട്ടുകൂടാൻ പോണു, ചില ഡ്രഗ് അടിക്കുന്നു, ചില സിനിമ കാണുന്നു, ചില മൊബൈലുമായിട്ട് പിടിച്ച് ഇൻസ്റ്റാഗ്രാമും മറ്റും അതിൽ അങ്ങോട്ട് ഇഴുകി ജീവിക്കുന്നു, സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടി. സങ്കടങ്ങൾ ആരുടെയും മാറില്ല. എന്നാൽ ആശ്വാസം ലഭിക്കുന്നത് ഈശോയിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഈശോ പറയാണ്, ഞാൻ ആ മക്കൾക്ക് സന്തോഷം, സമാധാനം, ആശ്വാസം നൽകും. അതുകൊണ്ട് തിരുഹൃദയത്തോട് ചേർന്നിരിക്കാൻ, ഈ തിരുഹൃദയ ഭക്തിയിൽ നമ്മുടെ മക്കളായിരിക്കാനും, നമ്മുടെ മക്കളെ നമുക്ക് ഈശോയോട് ചേർത്ത് പിടിക്കാമെന്ന്. കർത്താവേ, ഒത്തിരി സങ്കടം നമുക്കറിയാലോ. നമുക്ക് നമ്മുടെ മക്കള് സ്ട്രെസ്സായി, ഡിപ്രഷനായി, ഏകാന്തയിൽ കഴിയുന്ന കാണുമ്പോ ചില മാതാപിതാക്കൾ പറയാം, എന്റെ മോന്റെ ഇരിപ്പ് കണ്ടിട്ട്, എന്റെ മോളുടെ ഇരിപ്പ് കണ്ടിട്ട് ഈശോയെ, എന്റെ അച്ഛാ എനിക്ക് പറ്റണില്ല, അവൻ അതിനെ പിന്നാലെ പോണു, അവനാകെപ്പാട് തകർന്നു, ഉറക്കില്ല, പല പല അവസ്ഥകള്. എന്തുമാത്രം പറഞ്ഞു വിളിക്കുന്നത്. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ സങ്കടങ്ങളിൽ
ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത സങ്കടങ്ങള്, വേദനകള്. ചില മക്കള് പരീക്ഷ എന്നല്ല അമ്മച്ചു പറയാ 7 വട്ടം പോയിട്ട് എഴുതി, അത് കഴിഞ്ഞിട്ട് തോറ്റ് ഇപ്പോ ദുബായിക്കുള്ള പരീക്ഷ എഴുതി, അതും തോറ്റ്. ആ കൊച്ച് പ്രാർത്ഥിക്കുന്ന കൊച്ച സങ്കടത്തില്, നിരാശയില്, അകപ്പാടെ പ്രശ്നം. അപ്പൊ ആരോണ്ട് പറഞ്ഞു അവൾക്കെന്തോ കുഴപ്പമുണ്ട്, എന്തോ ശാപമുണ്ട്. അകപ്പാട് തകർന്നിരിക്കുന്ന സങ്കടത്തിന്റെ പെരുങ്കടലില് ഈശോയെ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, ആശ്വസിപ്പിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ വേദനിക്കുന്ന അനേകം മക്കൾ നമ്മുടെ കൂട്ടായ്മയില് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ 3ാമത്തെ വാഗ്ദാനം ഇന്ന് അവകാശപ്പെടാം. ഈശോയെ, അങ്ങയുടെ തിരുഹൃദയ ഭക്തിയിൽ ജീവിക്കുന്ന മക്കളുടെ സങ്കടങ്ങൾ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങ് കരം നീട്ടി ആശീർവദിച്ച് ആ സമാധാനം നൽകി, ആശ്വാസം നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു. ദിവികാര സന്നദ്ധിയില് ഈ 3ാമത്തെ വാഗ്ദാനം അത്യന്താപേക്ഷിതമാണ്. കാരണം അതുപോലെ സങ്കടപ്പെടുന്ന മക്കളാണ്. പിന്നെ ഒരു കാര്യം മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സങ്കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ആശ്വാസം വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് തമ്പുരാൻ തരും, അത് ഈശോ തരും, തിരുഹൃദയനാഥൻ തരും. അതുകൊണ്ട് ഇവിടെ നിന്നല്ലാതെ ആശ്വാസം തേടിപ്പോയാൽ നമ്മൾ അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. അതുകൊണ്ട് കർത്താവിന്റെ ആശ്വാസം, കർത്താവിന്റെ സമാധാനം, കർത്താവ് നൽകുന്ന ആ വലിയ ആശ്വാസത്തിന്റെ ശക്തി തിരുഹൃദയത്തിൽ നിന്ന് സ്വന്തമാക്കിയെടുക്കാനിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ ചങ്കിന്റെ ചങ്കായ പ്രിയപ്പെട്ട മക്കളെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയെ, ഈ അവസ്ഥയിൽ നിങ്ങളുടെ മക്കളുടെ സങ്കടങ്ങള്, വേദനകള്, അതിന്റെ കാരണങ്ങള് എല്ലാം പറഞ്ഞിട്ട് ഈശോയോട് പറ. അങ്ങ് പറഞ്ഞ ഈ വാഗ്ദാനം ആശ്വാസമായി ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ. അവരെ ആശ്വസിപ്പിക്കുന്ന സംഭവങ്ങൾ, കാര്യങ്ങൾ നടക്കട്ടെ. അവർ യഥാർത്ഥത്തില് അങ്ങയുടെ സ്നേഹത്തിൽ ആശ്വാസം അനുഭവിക്കട്ടെ. കർത്താവിന്റെ തിരുഹൃദയ സ്നേഹത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയനാഥ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവരെ ആശ്വസിപ്പിക്കണമേ, സമാധാനം നൽകണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുഹൃദയ സ്നേഹത്താൽ ഞങ്ങൾ നിറച്ചുകൊണ്ട് ഞങ്ങളെപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലും നിറയ്ക്കുന്ന നിങ്ങളുടെ വലിയ കരുണയോർത്ത് നന്ദി പറയുന്നു. നിങ്ങളുടെ 3ാമത്തെ വാഗ്ദാനമായിട്ട് ഈശോയെ, അങ്ങ് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന്. കർത്താവെ, പലവിധ സങ്കടങ്ങളിൽ വേദനിക്കുന്ന മക്കളാണ് അങ്ങയുടെ മക്കള്. പ്രത്യേകിച്ച് ശുശ്രൂഷ പങ്കെടുക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധത്തില് ഇന്നേ ദിനം തിരുസന്നിധിയില് അങ്ങയുടെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നവര്, കുടുംബത്തെ ഓർത്ത്, ജീവിത പങ്കാളിയോർത്ത്, സാമ്പത്തിക മേഖല, രോഗപീഠകള്, മക്കൾ ചെന്ന് പെട്ടുകിടക്കുന്ന ചില കെണികള്, രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അടിമപ്പെട്ടു പോയ മേഖലകള്, എല്ലാത്തിനുമേല് വലിയ കരുണ ചൊരിഞ്ഞ് ഞങ്ങളെല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥ, ഈ പുണ്യദിനത്തില് സങ്കടപ്പെടുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഈ സങ്കടത്തിന് കാരണമായ അവസ്ഥകളില്, രോഗങ്ങളില്, പ്രശ്നങ്ങളില്, പ്രതിസന്ധികളില് കർത്താവെ, അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിനെ ബലപ്പെടുത്തണമേ, ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ, വിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. നിരാശപ്പെടാതെ ആശ്രയത്വത്തില്, പ്രത്യാശയില് അങ്ങിൽ ഉറച്ചു നിൽക്കാൻ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഒപ്പം കർത്താവെ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഈ മക്കളുടെ ജീവിതത്തില്, ഇവരുടെ പ്രിയപ്പെട്ട മക്കളില്, അവരുടെ പഠനത്തില്, ജോലിയില് നേരിടുന്ന തടസ്സങ്ങളില് ഇടപെട്ടുകൊണ്ട് ആശ്വാസം അനുഭവിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. വേദനിക്കുന്ന മക്കള്, ഞങ്ങളുടെ മക്കളുടെ സങ്കടങ്ങൾ ഏറെയാണ് ഈശോയെ. പരീക്ഷയിൽ തോറ്റുപോയിട്ട് വേദനിക്കുന്ന, സങ്കടപ്പെടുന്ന മക്കള്, ജോലി കിട്ടാതെ സങ്കടപ്പെടുന്ന മക്കള്, എല്ലാം ശ്രമിച്ചിട്ടും ഒരു ഉന്നതിയില്ലാതെ വേദനിക്കുന്ന മക്കള്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത മക്കള്, സങ്കടത്തിന്റെ പെരും കടലില് ചില്ലുകൊട്ടാരം പോലെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞു പോയ വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈശോയെ. ഞങ്ങളെല്ലാ മക്കളെയും അങ്ങയുടെ വാഗ്ദാനത്തിലേക്ക് സമർപ്പിക്കുന്നു. സങ്കടങ്ങളിൽ ആശ്വാസം നൽകും എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, തടസ്സങ്ങൾ മാറ്റണമേ, രോഗികളായ മക്കളെ സുഖപ്പെടുത്തണമേ, തോറ്റുപോയ മക്കളെ വിജയിപ്പിക്കണമേ, മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം പല മേഖലകൾ കെട്ടപ്പെട്ട മക്കളുടെ കെട്ടുകളെ പൊട്ടിക്കണമേ, ബന്ധനങ്ങൾ തകർക്കണമേ, അവർക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ കുടുംബവും ആശ്വസിപ്പിക്കപ്പെടട്ടെ. അങ്ങയുടെ ശക്തമായ ഇടപെടല് അതിനായിട്ട് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
കർത്താവിന്റെ വലിയ തിരുഹൃദയ സ്നേഹത്തിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി നമുക്കിന്ന് പ്രത്യേകമാവിധം 22-ാം ദിനത്തിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ജപം സകല ഹൃദയങ്ങളുടെയും നിക്ഷേപവും സകല നന്മയുമായ ഈശോയുടെ തിരുഹൃദയമേ, സകല സ്വർഗവാസികളുടെയും ദീർഘദർശികളുടെയും ശരണവും സ്നേഹന്മാരുടെ ബലവും വേദപാരംഗതന്മാരുടെ പ്രകാശവും കന്യകകളുടെ സംരക്ഷകനും യുവാക്കളുടെ നേതാവും സമസ്ത ജനത്തിന്റെയും രക്ഷിതാവുമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, എന്റെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളി ഇരിക്കുന്ന അങ്ങേ തിരുസന്നദ്ധിയില് അടുക്കുവാനും അങ്ങയെ പ്രത്യാശയോടെ കാണുവാനും അങ്ങയെ സർവശക്തിയോടും അങ്ങയുടെ മഹിമയോർത്ത് ഞങ്ങൾ അങ്ങയെ സാഷ്ടാംഗം ചെയ്ത് ആരാധിക്കുവാനും ഇടയാകട്ടെ. സകല സൽഗുണങ്ങളും ദൈവത്തിന്റെ അനന്ത നന്മയും നിറഞ്ഞിരിക്കുന്ന ഈശോയെ, അങ്ങേ തിരുഹൃദയത്തെ ആരാധിക്കാതിരിക്കുന്നത് ഏറ്റവും നന്ദിഹീനമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ആരാധനയ്ക്ക് പാത്രമായ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങ് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും വ്യക്തമായി അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ മുഴുവനായിട്ടും അങ്ങ് തന്നെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യണമേ. കർത്താവേ, സകല ജനങ്ങളും അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഇടയാകട്ടെ. അങ്ങ് നൽകുന്ന ആ വലിയ ആശ്വാസം അനുഭവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. അതിനായി തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സുഹൃത്ത് ജപം. ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ, എന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ, എന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ, എന്റെ മക്കളുടെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ കരുണയായിരിക്കണമേ. സൽക്രിയ. നിങ്ങളുടെ ഭവനത്തിൽ ഈശോ മിശിഹായുടെ തിരുഹൃദയ രൂപം സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഒരു രൂപം സ്ഥാപിച്ചുകൊള്ളുക. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ ആശ്വാസവും നൽകുന്ന കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും, നമ്മുടെ മക്കളുടെ സങ്കടങ്ങളും കുടുംബത്തിന്റെ സങ്കടങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അങ്ങയുടെ ആശ്വാസം നൽകി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ ശക്തി, ആശ്വാസത്തിന്റെ ശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തെ തൊട്ട് ദൈവകാലത്ത് തൊട്ടുകൊണ്ട് എല്ലാ മക്കളും ആശീർവാദം സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ആശ്വാസത്തിന്റെ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, പ്രത്യാശയിൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ. ഒപ്പം തടസ്സങ്ങൾ മാറി വലിയ സമാധാന സന്തോഷം കണ്ടെത്താൻ, ആശ്വാസം കണ്ടെത്താൻ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഈശോയെ ഇടയാകട്ടെ. അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തിൽ പ്രാർത്ഥിക്കുന്നു.